ഗുഡ് ഡേ ഓൾ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതായത് എയും ബിയും എന്ന് പറയുന്നത് ഒരു രണ്ട് ഇവൻ്റാണ് തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് ആൻഡ് ഇവൻറ്റ് ബി ദ സെയിം സാമ്പിൾ സ്പേസ് ഹാസ് ഹാപ്പൻ. ബി എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഭവിച്ചു. ബി എന്ന് പറയുന്നൊരു ഇവൻറ്റ് നടന്നു, ഹാപ്പൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ നടക്കാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞ പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ബി എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടന്നു, അങ്ങനെയാണെങ്കിൽ എ നടക്കാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞ പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇനി വായിക്കുന്നത് എ ഗിവൺ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്തു, അങ്ങനെയാണെങ്കിൽ എ നടക്കാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞ പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. കണ്ടുപിടിക്കുന്നത് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. അതായത് ബി എന്ത് ചെയ്തു, ഹാപ്പൻ ചെയ്തു, അതാണ് ഇവിടെ നടക്കുക. ഹാപ്പൻ ചെയ്തതാണ് ഇവിടെ ഇരിക്കുക ഇവിടെ. ഓക്കെ, ബി ഹാപ്പൻ ചെയ്തു എങ്കിൽ എ ഹാപ്പൻ ചെയ്യണം, എ നടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. വേണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്താണ്, ബി ഗിവൺ എ എന്നുള്ളത് എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഹാപ്പൻ ചെയ്തു, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി എന്തായിരിക്കും, അതാണ് എന്ത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ, നമുക്ക് ബി ഇൻ്റർസെക്ഷൻ എയും എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് ഈക്വലാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ. ഇതാണ് എന്ത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇനി ഓക്കെ, ഇനി നമുക്കറിയാം ഷോ ദാറ്റ് the conditional probability satisfy all the axiom of probability. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആക്സിം ഓഫ് പ്രോബബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, ഷോ ദാറ്റ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി സാറ്റിസ്ഫൈ ഓൾ ദ ആക്സിംസ് ഓഫ് പ്രോബബിലിറ്റി. നമുക്കറിയാം ആക്സിം ഓഫ് പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, അതായത് എന്താണ്, ഒന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ടാമത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ്, A1 A2 എക്സെട്ര എന്നാണ് ഡിസ്റ്റോർഡ് ഇവൻറ്റ്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 പ്ലസ് എക്സെട്ര ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്, പ്രോബബിലിറ്റി എന്താണ്, ഇപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ബിയും എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും പ്രോബബിലിറ്റി. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ത് തന്നെ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആക്സിം എന്ത് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്തത് രണ്ടാമത്തെ ആക്സിയമാണ്. രണ്ടാമത്തെ ആക്സിയം എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കണ്ടുപിടിക്കണം, 1 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കേസിൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എസ് ഗിവൺ എ എന്താണ്, 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഡെഫിനേഷൻ അനുസരിച്ച്, കണ്ടീഷൻ പ്രോബബിലിറ്റി അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് എസ് ഗിവൺ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എ ഡിവൈഡ് ബൈ
പ്രോബബിലിറ്റി ഓഫ് എ. എസ് ഇൻ്റർസെക്ഷൻ എ എന്താണ്? സാമ്പിൾ സ്പേസ് ഇൻ്റർസെക്ഷൻ എ എന്താണ്? എ തന്നെയാണ്. ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പം സെക്കൻഡ് ആക്സിയം എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അടുത്ത മൂന്നാമത്തത് എന്താണ്? A1 A2 എക്സെട്ര എ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്തായിരിക്കണം? P of A1 പ്ലസ് P of A2 പ്ലസ് എക്സെട്ര ആയിരിക്കും. ഈ കേസിൽ നമ്മൾ A1 A2 എക്സെട്ര ഡിസ്ജോയിൻറ്റ് ഇവൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര ഗിവൺ ബി. ഓക്കെ, A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര ഗിവൺ ബി. അതായത് ഒരു എ ആയിട്ട് എടുത്താൽ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര ഗിവൺ ബി. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ ആകുമ്പം എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 എക്സെട്ര ഇൻ്റർസെക്ഷൻ ബി divided by probability of B. Okay, that is equal to probability of A1 intersection B അല്ലേ? A1 intersection B ആണ് യൂണിയൻ A2 intersection B യൂണിയൻ എക്സെട്ര ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ എഴുതാം? A1 ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ A2 ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എക്സെട്ര. നമുക്കറിയാം A1ഉം A2ഉം എക്സെട്ര എന്താണ്? ഡിസ്ജോയിൻറ്റ്സ് ഇവൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിയൻ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അതായത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 ഇൻ്റർസെക്ഷൻ ബി എക്സെട്ര ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഡിനോമിനേറ്റർ അത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് എക്സെട്ര എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ P of B എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A1 ഗിവൺ ബി ആണല്ലേ? പ്രോബബിലിറ്റി ഓഫ് A1 ഗിവൺ ബി അത് A1 ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ P of B. അതുപോലെ തന്നെ ഇത് എന്താണ്? P of A2 ഇൻ്റർസെക്ഷൻ ബി എക്സെട്ര. ഓക്കെ, അപ്പം എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര ഗിവൺ ബി നമുക്ക് എന്ത് കിട്ടി? P of A1 ഗിവൺ ബി പ്ലസ് P of A2 ഗിവൺ ബി എക്സെട്ര എന്ന് കിട്ടി. ഇത് എന്ത് ചെയ്തു? മാക്സിമം 3 എന്ത് ചെയ്തു? ഇതും സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് multiplication theorem of probability. multiplication theorem of probability. അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ് അറിയാം. ഓക്കെ, അതായത് എയും ബിയും എന്താണ്? 2 ഇവൻറ്റ്സ് ആണ്. എയും ബിയും എന്താണ്? 2 ഇവൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? ബി ഇൻ്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ ഇത് പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതാം. ഇതാണ് എന്ത്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ്. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 3 ഇവൻറ്റ്സ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 3 ഇവൻറ്റ്സ്. അതായത്
3 ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഇവൻറ്റ്സ് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്തെഴുതാം പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇതാണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ്. നമുക്ക് 3 സെറ്റ് എടുക്കാം, അതായത് A1 A2 എക്സെട്ര A3. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഗിവൺ A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 ഗിവൺ A1 A2. ഈ A1 A2 ഉദ്ദേശിക്കുന്നത് A1 ഇൻ്റർസെക്ഷൻ A2 ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, A1 ഇൻ്റർസെക്ഷൻ A2. അപ്പം മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 3 ഇവൻറ്റ്സ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഗിവൺ A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 ഗിവൺ A1 ഇൻ്റർസെക്ഷൻ A3 ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് A1 intersection A2 intersection A3. Okay, that is equal to okay, അതായത് ഇതൊന്ന് intersection A3. Probability of A1 intersection A2 intersection A3. Okay, ഇതൊന്ന് ഓക്കെ, അതായത് ഇങ്ങനെ എഴുതുന്നു പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 എന്ന് എഴുതും. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 2 ഇവൻറ്റ്സ് അറിയാം. ഓക്കെ, എന്താണ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ ബി എന്താണ് പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. അപ്പോൾ ഇവിടെ ഇത് A ഇൻ്റർസെക്ഷൻ A2 A ആയിട്ട് എഴുതുന്നു, ഇത് ബി ആയിട്ട് എഴുതുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതും? എങ്ങനെ കിട്ടും? ഈസ് ഇക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ ബി എന്താണ് പ്രോബബിലിറ്റി ഓഫ് A. പ്രോബബിലിറ്റി ഓഫ് A ഇവിടെ പ്രോബബിലിറ്റി ഓഫ് Aക്ക് പകരം പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ് ഇവിടെ A3 ആണ്. ഓക്കെ, A3 ഗിവൺ എ എന്ന് പറയുമ്പം A1 ഇൻ്റർസെക്ഷൻ A2. നമുക്ക് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. ഓക്കെ, A1 ഇൻ്റർസെക്ഷൻ A2. ഓക്കെ, ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2, അതായത് പ്രോബബിലിറ്റി ഓഫ് P ഓഫ് A ഇൻ്റർസെക്ഷൻ ബി എന്താണ് P ഓഫ് A ഇൻറ്റു P ഓഫ് ബി ഗിവൺ എ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? P ഓഫ് Aക്ക് ഇവിടെ എന്താണ് A1 ആണ്. ഓക്കെ, P ഓഫ് A1 ഇൻറ്റു P ഓഫ് ഇവിടെ A2ന് പകരം എന്താണ് ബിക്ക് പകരം എന്താണ് A2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം ബി ഗിവൺ എക്ക് പകരം A2 ഗിവൺ എന്താണ് A1 എന്ന് എഴുതാം. ഓക്കെ, A2 ഗിവൺ A1 ഇൻറ്റു ഈ ടേം, അതായത് P ഓഫ് A3 ഗിവൺ A1 ഇൻ്റർസെക്ഷൻ A2. ഓക്കെ, ഈ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 3 ഇവൻറ്റ്സ് പ്രൂവ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് n ഇവൻറ്റ്സ്. ഓക്കെ, അതായത് P ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ AN എന്ന് പറയുന്നത് P ഓഫ് A1 ഇൻറ്റു P ഓഫ് A2 ഗിവൺ A1 ഇൻറ്റു എക്സെട്ര P ഓഫ് AN ഗിവൺ A1 A2 എക്സെട്ര AN -1 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഈ തിയറം n = 2 എന്താണ് ട്രൂ ആണ്, അതുപോലെ തന്നെ n = 3 ട്രൂ ആണ്. നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം എന്ത് ഇഫ് n = 2 ഈ തിയറം എന്താണ് ട്രൂ ആണെന്ന് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അസ്യൂം ചെയ്യുന്നു ഇത് എന്താണ് n = 3 എന്താണ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. കേട്ടോ, വി അസ്യൂം ദാറ്റ് ദ തിയറം ഈസ് ട്രൂ ഫോർ n = m. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എക്സെട്ര ഇൻ്റർസെക്ഷൻ AM എന്ന് പറയുന്നത് എന്താണ് P ഓഫ് A1 ഇൻറ്റു P ഓഫ് A2 ഗിവൺ A1 എക്സെട്ര എന്താണ് പ്രോബബിലിറ്റി ഓഫ്
am given a1 a2 etc am minus 1 ആണ്. ഓക്കെ, am minus 1. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നു n ഈസ് ഈക്വൽ ടു എമ്മിൽ ഈ തിയറം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൂവ് ചെയ്യുന്നു. എന്താണ്, n ഈസ് ഈക്വൽ ടു എം പ്ലസ് 1ൽ ഇത് ട്രൂ ആണോ എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നു. ഓക്കെ, പ്രൂവ് ദാറ്റ് n ഈസ് ഈക്വൽ ടു എം പ്ലസ് 1ൽ ഈ തിയറം ട്രൂ ആണോ നമ്മളെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് a1 intersection a2 intersection etc am intersection am plus 1 ഓക്കെ ഈസ് ഈക്വൽ ടു പറയാം ഇത് ഓക്കെ a1 intersection a2 intersection etc ഇതിനെ ഒരു ടേം ആക്കുന്നു a, ഇത് b. ഓക്കെ, നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് b എ ഇൻ്റർസെക്ഷൻ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ്. ഓക്കെ, ഇവിടെ എന്താണ് 2 ഈവൻസ് എന്ന രീതിയിലാക്കി. അപ്പോൾ നമുക്ക് 2 ഇവൻസിൻ്റെ ഇത് നമുക്കറിയാം, അതായത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. അപ്പം പി ഓഫ് എക്ക് ഇവിടെ എന്താണ്, a1 ഇൻ്റർസെക്ഷൻ a2 ഇൻ്റർസെക്ഷൻ എ ആണ്. ഓക്കെ, ഇൻറ്റു പി ഓഫ് ബിക്ക് ഇവിടെ എന്താണ് am പ്ലസ് 1 ആണ്. am പ്ലസ് 1 ഗിവൺ എ എന്ന് പറയുമ്പോൾ ഇവിടെ a1 ഇൻ്റർസെക്ഷൻ a2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ am, അതായത് a1 a2 എക്സെട്ര am. ഇതിൻ്റെ അർത്ഥം എന്താണ്, a1 ഇൻ്റർസെക്ഷൻ a2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ am എന്നാണ് എൻ്റെ മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം പി ഓഫ് a1 ഇൻ്റർസെക്ഷൻ a2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ am എന്ന് പറയുന്നത് എന്താണ്, ഈ ടേമാണ്. അതായത് പി ഓഫ് a1 ഇൻറ്റു പി ഓഫ് a2 ഗിവൺ a1 എക്സെട്ര പി ഓഫ് am ഗിവൺ a1 a2 എക്സെട്ര am മൈനസ് 1 ഇൻറ്റു ഇത്, അതായത് പി ഓഫ് am പ്ലസ് 1 ഗിവൺ a1 a2 എക്സെട്ര am. ഓക്കെ, അപ്പം എന്ത് പറ്റി, എം പ്ലസ് 1 കേസിലും ഈ തിയറം എന്താണ്, ട്രൂ ആണ് അല്ലേ. പി ഓഫ് a1 ഇൻറ്റു പി ഓഫ് a2 ഗിവൺ a1 ഇൻറ്റു എക്സെട്ര ഇവിടെയൊക്കെ പി ഓഫ് am ഗിവൺ a1 a2 എക്സെട്ര am മൈനസ് 1. നമുക്കിവിടെ കിട്ടി പി ഓഫ് amനോട് ഇവിടെ am പ്ലസ് 1 a1 a2 എക്സെട്ര am, ഇവിടെ am മൈനസ് 1 ഇത് m ആണ്. അതായത് ഈ തിയറം എന്താണ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് നമുക്ക് എന്ത് മനസ്സിലായി, ഈ തിയറം എന്താണ്, ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ തിയറം ഈസ് ട്രൂ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് n ഇവൻസിൻ്റെ തിയറം കണ്ടുപിടിക്കുന്നത്, പ്രൂഫ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 2 ഇവൻസ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് 3 ഇവൻസ്, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് n ഇവൻസ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് n ഇവൻസ് ഒക്കെ എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. ഓക്കെ, പ്രൂഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ.